നമസ്കാരം. ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലാണ്. ഇവിടെ യു ഡി എഫിൻ്റെ പ്രതിനിധിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്, ബിജു. ബിജു ശരിക്കും പേര് വേറെന്ത് പറഞ്ഞു? വിജയ് കുഞ്ഞിക്കണ്ണൻ എന്ന പേര്, ബിജു എന്നാ വിളിക്കുക. എങ്ങനെയാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ ഈ പ്രവർത്തനം തുടങ്ങിയ? നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. സ്ഥാനാർത്ഥികളെല്ലാം ആയി. നാളെ നമ്മൾ നാമനിർദ്ദേശ പത്രിക കൊടുക്കും. ഏറ്റവും ഫസ്റ്റ് തന്നെ നമ്മളാണ് ഇവിടെ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. അത് ആദ്യമായിട്ടാണ്. സാധാരണ രീതിയിൽ ഏറ്റവും ലാസ്റ്റ് സ്ഥാനാർത്ഥികളെ യു ഡി എഫ് ആണ് പ്രഖ്യാപിക്കല്. മാറ്റം വരുത്താൻ ഇപ്രാവശ്യം സാധിച്ചിട്ടുണ്ട്. അത് ഇത് ജില്ലാ തലത്തിലോ സംസ്ഥാനത്തിലോ ഉള്ളൊരു തീരുമാനം മറ്റോ ആണോ? അതായത് കഴിഞ്ഞ ദിവസവും ഈ കോളയാട് പഞ്ചായത്തിലെ നമ്മൾ ഇതേപോലെ തന്നെ ഒരു ജനസമക്ഷത്തിൽ യു ഡി എഫിൻ്റെ ഒരു പ്രതിനിധി പറഞ്ഞു അവരാണ് ആദ്യം പ്രഖ്യാപിച്ചത്. അല്ല, അതുണ്ട്. അത് APCC മുതൽ മുന്നേ, ഒരു വർഷം മുന്നേ തന്നെ നമ്മളടുത്താണ് ആദ്യം തർക്കം ഉണ്ടാകുന്നത് എന്നുള്ളൊരു. അതെ 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 കാലങ്ങളായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതൊക്കെ പരിഹരിച്ചു. എല്ലാം പരിഹരിച്ചു. നമ്മൾ ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഒരു വർഷം മുന്നേ തന്നെ ഇതിന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്, പ്രദേശ തെരഞ്ഞെടുപ്പ് നേരിടാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDF ചിറ്റായിപ്പുറം പഞ്ചായത്തിൽ സജ്ജമായിരുന്നു. അതാണ് പറയാനുള്ളത്. അതായത് ഈ പഞ്ചായത്ത് രൂപീകരിച്ചതിന് ശേഷം ഇതുവരെ യു ഡി എഫിന് ഒരു അവസരം കിട്ടിയില്ല. അധികാരം മാത്രമല്ല, അവസരം കിട്ടിയില്ല. അങ്ങനെ പറയാം. അതെങ്ങനെ പറയാം. ഇത്തവണ നമ്മളത് തിരിക്കും എന്നാണ് പറയുന്നത്. തവണ എന്തായാലും നമ്മൾ നല്ല പ്രതീക്ഷയിലാണ്. നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും. അത്രയും നമുക്ക് പറയാനുള്ളത്. ഇനി ബാക്കി നമുക്ക് അടുത്ത മാസം 13-ാം തീയതി കാര്യങ്ങൾ. നമ്മൾ ഈ യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് UDF ഇപ്പോൾ പിന്നെ എന്തായാലും ഇപ്പോൾ ജനങ്ങളെ മുന്നിൽ വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. അതിനകത്ത് നമ്മൾ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട UDF മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? UDF അങ്ങനെ ചോദിച്ചാൽ ഒരുപാട് സംഗതികൾ പറയാനുണ്ട്. ഇവിടെ ഈ ഭരണസമിതി ഒരുപാട് കാര്യങ്ങൾ ചെയ്തെന്നുള്ള ഇതിൽ അവർ പറയുന്നുണ്ട്. പല സംഗതികളും ഉദ്ഘാടനത്തിൽ ഒതുങ്ങുന്നതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഉദ്ഘാടനത്തോട് കൂടിയിട്ട് ഇപ്പൊ നമ്മളെ ഇവിടെ അടുത്തൊരു ശ്മശാനം ഇപ്പൊ ഈ കഴിഞ്ഞ മാസമാണ് ഉദ്ഘാടനം. പോത്തിൻകീഴ് ഇതാ ഇവിടെ തന്നെ, ഇതിനടുത്ത് തന്നെ. അപ്പോ അത് ഉദ്ഘാടനത്തിൽ ഒതുങ്ങി. ഉദ്ഘാടനം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം കൂട്ടിട്ട് കൂട്ടി. എന്താണ് സംഭവിച്ചത്? പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ പെർമിഷൻ കിട്ടിയിട്ടില്ല. പിന്നെ അതിനുള്ള സാങ്കേതികമായിട്ടുള്ള സൗകര്യങ്ങൾ, അതായത് കറണ്ട് മുതൽ ജനറേറ്റർ മുതൽ അങ്ങനെയുള്ള ഒരു അടിസ്ഥാന സൗകര്യവും ഒരുക്കിയിട്ടില്ല. അപ്പോൾ വെറുതെ അവരെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ട് ഒരു ഉദ്ഘാടനം നടത്തി. അതാണ് നമുക്ക് പറയാനുള്ളത്. അതും ഈ ശ്മശാനം മാത്രമല്ല, ഒരുപാട് പരിപാടികൾ, ഒരുപാട് ഉദ്ഘാടനങ്ങൾ അങ്ങനെയാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ ഇടപെടുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യത്തിലുള്ള ഒരുപാട് ക്ലാരിറ്റി വരുത്താനുള്ള സംവിധാനങ്ങൾ ഇപ്പം നിലവിലുണ്ട്. നമുക്ക് ഒരു പിന്നെ എത്ര പൈസ അതിനകത്ത് മുടക്കി, പിന്നെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഇടപെടൽ UDF നടത്തിയിട്ടുണ്ടോ? ഏകദേശം 1.25 കോടി രൂപയാണ് ഇതിന് ചെലവ്. വിവരാവകാശ പ്രകാരം നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് കിട്ടിയില്ല. അതാണ് അതിന്റെ ഇടയിൽ നമ്മൾ തെരഞ്ഞെടുപ്പ് നമ്മളിങ്ങനെ വാക്കിൽ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഈ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ലല്ലോ. അതെ 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 അത് നമ്മള് വിവരാവകാശം കൊടുത്തിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, അതിന്റെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ. നിലവിൽ ഇത് പ്രവർത്തനക്ഷമമാണ്? ഇല്ലല്ല, നിലവിൽ പ്രവർത്തിക്കുന്നില്ല. ഇത് എത്ര വർഷമായിട്ട് തുടങ്ങിയതാണ്? ഇതിപ്പോ അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ 10 വർഷം മുന്നിൽ കുറച്ചു കാലം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ പെർമിഷൻ കിട്ടിയിട്ടുണ്ടല്ലേ. അങ്ങനെ ഈ പ്രദേശവാസികൾ, അതിൽ വേറൊരു പ്രശ്നം വെച്ചാൽ ചുറ്റും വീടുകളുള്ള സ്ഥലത്താണ് ഈ ശ്മശാനം. അതിൽ തന്നെ അശാസ്ത്രത. കാരണം ഈ ടൗണിനടുത്തുള്ള സ്ഥലം ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. കളിസ്ഥലം, അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ഹാള്, ഇത്ര കാര്യങ്ങളൊക്കെ ഒരുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു അത്. ഈ ശ്മശാനത്തിന് വേണ്ടി ജനങ്ങൾ അധികം താമസിക്കാതെ അങ്ങോട്ടൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ, സൗകര്യങ്ങളുള്ള സ്ഥലമുണ്ട്, ആർക്കും ബുദ്ധിമുട്ടില്ലാതെ. അവിടെ ഒരു ശ്മശാനം ഉണ്ടാക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടില്ല. ഈ സമീപവാസികളുടെ പരാതി കൊണ്ടാണ് ഇത് കളക്ടർ 5 വർഷം മുന്നിൽ ഇത് അടച്ചുപൂട്ടിയത്. ആ ഒരു വിഷയം ഉണ്ടാവില്ല. ഈ സ്ഥലത്ത് നല്ല കളിസ്ഥലമോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും, ഞാൻ സൂചിപ്പിച്ചല്ലോ, പിന്നെ കമ്മ്യൂണിറ്റി ഹാളോ അല്ലെന്തെങ്കിലും ഓഫീസോ പിന്നെ ഹെൽത്ത് സെൻ്ററോ അതിന് പറ്റിയ സ്ഥലങ്ങളാണ്. ടൗണിന് അടുത്ത സ്ഥലമാണ്. ചിറ്റായിപ്പറമ്പിന് പഞ്ചായത്തിൻ്റെയും പോത്തിൻകീഴിൻ്റെ അടുത്ത സ്ഥലമാണ്. ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സ്ഥലമായിരുന്നു. അതൊന്നും ഭരണസമിതി ആ കാര്യങ്ങളൊന്നും
ചിന്തിക്കാതെ നിങ്ങൾക്ക് അവിടെ ഒരു പ്രതിനിധി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് ഉന്നയിക്കാനും പറ്റില്ല. ഉന്നയിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ആശയം ഉന്നയിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ഉള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പൊതുസമക്ഷത്തിൽ ഈ പ്രതിനിധി വേണമെന്നില്ല, അങ്ങനെ ചെയ്യാലോ. ചെയ്യാം. പക്ഷെ അതില് നമ്മളെ ഭാഗത്തും ചെറിയ പോരായ്മ ഉണ്ടെന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പൊതു ശ്മശാനത്തെ പറ്റിയാണ് പറഞ്ഞത്. ഇപ്പോൾ അതൊരു പഞ്ചായത്ത് ബേസ് ചെയ്താലും അല്ലെങ്കിലും ഇപ്പം പണ്ടത്തെ പോലെ അല്ലല്ലോ. ഈ ഒരു സംവിധാനം കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് UDFന്റെ ആരോപണം. അത് മാത്രമല്ല, അത് കഴിയുന്നത് ജനവാസ മേഖലയിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ച് പിന്നെ ജനങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ നല്ല നിലയിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ് UDFന് പറയാനുള്ളത്. കാരണം ഇവിടെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇവിടെ മുഴുവൻ ചുറ്റും വീടാണ്. അതുകൊണ്ട് തന്നെ ഈ സമീപത്തുള്ള ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അത് പല ആൾക്കാരും നമ്മളോട് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത്ര വർഷമായിട്ടും അത് പ്രവർത്തനക്ഷമമായിട്ടുമില്ല. അത് കാരണം ഈ ജനങ്ങളെ പരാതി ഉള്ളത് കൊണ്ടാണ്. ഇതിനെതിരെ BJP ഒക്കെ വലിയ രീതിയിലുള്ള പ്രചരണമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. BJP തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. ഇല്ല, ചിത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇതിൽ ഏറ്റവും വലിയ പിന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ പിന്നെ ഉദ്ഘാടനം ബഹിഷ്കരിച്ചിന്. ഉദ്ഘാടനത്തിന് നമ്മളെ ക്ഷണിച്ചിട്ട് നമ്മളെ പ്രതിനിധികൾ ബഹിഷ്കരിച്ചതാണ്. BJPന്റെ പ്രതിനിധി പങ്കെടുത്തിട്ടാണ് 2 ദിവസം കഴിഞ്ഞിട്ട് ഇവര് ഇതിനായിട്ട് പ്രതിഷേധിച്ചത്. നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ UDFന്റെ ആരും പിന്നെ പങ്കെടുത്തിട്ടില്ല ഈ ഉദ്ഘാടന പരിപാടിയിൽ. ശക്തമായ പ്രതിഷേധം നമ്മൾ പിന്നെ ഉന്നയിച്ചുകൊണ്ടാണ് ആ ഉദ്ഘാടന പരിപാടിയിൽ നമ്മൾ വിട്ടിരുന്നത്. BJPന്റെ പ്രതിനിധി ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിനെതിരായിട്ട് പ്രതിഷേധിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കുന്നത്. അത്രയേ ഉള്ളൂ. നമ്മൾ പിന്നെ ഈ ചിറ്റാരിപ്പുറം പഞ്ചായത്തിനെ സംബന്ധിച്ചിട്ട് ഒരു ഭാഗം മുഴുവനും ഈ പിന്നെ വന്യമൃഗശല്യം, അതായത് വനമേഖലയായിട്ട് പങ്കെടുത്ത് പന്നിയോട് പോലെയുള്ള സ്ഥലങ്ങൾ. ഇത് നമ്മൾ ആ പ്രദേശത്തൊക്കെ കേരള വിഷൻ ഡയറക്റ്റ് ഒരു കുട്ടി ഒരു മരത്തിൽ നിന്ന് വീണിട്ട് പിന്നെ പരിക്ക് പറ്റിയ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. കേരള വിഷനാണ് ഡയറക്റ്റ് അവിടെ ഫ്രീ ആയിട്ട് വൈഫൈയും സംഭവങ്ങളിൽ എത്തിച്ചത്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പം പഞ്ചായത്ത് അത് ചെയ്തിട്ടില്ല എന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ രീതിയിൽ ഇടപെടൽ നടത്തിയിട്ടില്ല എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായമുണ്ടോ? അഭിപ്രായമുണ്ട്. കാരണം വന്യമൃഗശല്യം കൊണ്ട് ജനങ്ങൾ ഏറ്റവും പൊറുതിമുട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ചിറ്റായിപ്പുറം പഞ്ചായത്ത്. അതായത് മാനന്തേരിന്റെ വെളിവെളിച്ചം ഭാഗം മുതൽ ഈ കാട്ടുപോത്തിന്റെ അടക്കമുള്ള ശല്യങ്ങൾ ഒരുപാടുണ്ട്. ഈ പിന്നെ പൂത്തിങ്ങിൽ അങ്ങോട്ടേക്ക് കുരങ്ങ് ശല്യം, പന്നി ശല്യം, ഇടുമ്പ ഭാഗത്ത് തൊടിക്കളം ഒക്കെ പന്നി ശല്യം. കർഷകർക്ക് വലിയ ദുരിത. ഈ പന്നീനെ കൊണ്ട് ഒരുവിധ കൃഷിവിളകളൊക്കെ പന്നി നശിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കുരങ്ങനെ കൊണ്ട് കവുങ്ങ്, വാഴ, അതുപോലെ തന്നെ പിന്നെ തെങ്ങുമ്പിൽ കയറിയിട്ടുള്ള ബുദ്ധിമുട്ട് ശരിക്കും ജനങ്ങൾ പൊറുതിമുട്ടിയിട്ടുള്ളത്. പക്ഷേങ്കിൽ ഈ പഞ്ചായത്ത് അതിനെതിരായിട്ടൊന്നും ഒരു നടപടിയും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ UDFന്റെ ആൾക്കാർ ഉൾപ്പെടാത്തത് കൊണ്ട് തന്നെ ഈ പൊതുജന സമക്ഷത്തിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റൂ. അത് എത്രത്തോളം UDFന് ചെയ്യാൻ പറ്റിയെന്നുള്ള ഒരു ആത്മവിശ്വാസം ഉള്ളത് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ? തെരഞ്ഞെടുപ്പിന് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ പിന്നെ UDF ഇടപെട്ടിട്ടുണ്ട്. പഞ്ചായത്തിൽ പല സമരങ്ങളും നടത്തിയിട്ടുണ്ട്. ഇപ്പോ ഈ വലിയ വെളിച്ചത്ത് പിന്നെ ഒരു മാലിന്യ പ്രശ്നം, അത് ആ ഭാഗത്ത് ജനങ്ങളെ വലിയ ദുരിതത്തിലാക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഒരുപാട് കമ്പനികൾക്ക് അവിടെ അനുവാദം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും പഞ്ചായത്തിന്റെ പെർമിഷൻ ഒന്നും ഇല്ലാതെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. പഞ്ചായത്തിന് ഒരു റോഡും ഇല്ലാന്നാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് പെർമിഷൻ ഇല്ലാണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് പറയുന്നത്. പക്ഷെങ്കിൽ പഞ്ചായത്തിന്റെ അന്വേഷിച്ചിരുന്നു. അപ്പൊ പഞ്ചായത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ പറഞ്ഞാൽ അവരനുസരിക്കുന്നില്ല എന്നെല്ലാണ് സെക്രട്ടറി ഒരിക്കൽ സൂചിപ്പിച്ചത്. അതിനെതിരായിട്ട് നമ്മൾ ഒരുപാട് നിവേദനമൊക്കെ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പഞ്ചായത്തിലേക്ക് ഒരു ധർണയും ഒക്കെ നമ്മൾ ഒരു 2 മാസം മുന്നിൽ ഒരു VT ബൽറാം വന്നിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് ധർണയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു നടപടിയും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് വലിയൊരു പ്രശ്നമാണ്. ജനങ്ങളെ സൈലന്റായി കാർന്നു നിന്നുകൊണ്ടിരിക്കുക മാലിന്യ പ്രശ്നം. വായുമലിനീകരണം തന്നെ. ഈ കമ്പനികളിൽ നിന്നുള്ള ഈ ടാർ മിക്സിംഗ് കമ്പനി, അതിൽ നിന്നുള്ള ഈ മാനന്തേരി ചിറ്റായിപ്പറമ്പ് പോലും ചിലപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് മാലിന്യ പ്രശ്നം. ഒരുപാട് കമ്പനികൾക്ക്, ഇത്തരം കമ്പനികൾക്ക് ജനങ്ങള് തിങ്ങിപ്പാർക്കാതെ സ്ഥലത്ത് അനുവാദം കൊടുക്കണം. കമ്പനി വേണം, വികസനം വേണം എന്ന് തന്നെയാണ് UDFന്റെ അഭിപ്രായം. ജനങ്ങൾക്ക് ആണല്ലോ, അതെ, ഇൻഡസ്ട്രിയൽ. പക്ഷെ അത് ജനങ്ങളെ ജീവനും ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിലുള്ള
കമ്പനികൾക്ക് പെർമിഷൻ കൊടുത്തുകൊണ്ട് ഉള്ള വികസനത്തെ നമ്മൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ ജനങ്ങളെ ആരോഗ്യത്തെ ബാധിക്കുന്ന വിധത്തിലുള്ള കമ്പനികളെ നിർത്തൽ ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് ഇടപെടണം എന്നുള്ളതാണ്. ആ പ്രദേശത്ത് അങ്ങനെ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ട് ശരിക്കും പറഞ്ഞാൽ LDFന്റെ ഒരു ശക്തി കേന്ദ്രങ്ങളാണ് ഈ മാനന്തേരി ഭാഗത്തൊക്കെ. അവർക്കൊക്കെ വലിയ പ്രതിഷേധമുണ്ട്. പക്ഷേ അവർക്കൊന്നും ഈ രാഷ്ട്രീയ നേതാക്കൾ CPMന്റെ അപ്രമാദിത്വമുള്ള സ്ഥലമായതുകൊണ്ട് അവർക്ക് ഈ CPM നേതൃത്വത്തെ മറികടന്നുകൊണ്ട് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അവര് ഈ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തി കാണിച്ചിട്ട് UDFന് അത് മുതലെടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു എപ്പോഴും മുതലെടുപ്പ് രാഷ്ട്രീയമായിട്ട് നമ്മൾ കാണില്ല. നമ്മൾ ജനങ്ങളെ പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നല്ലാണ്ട് നമ്മൾ രാഷ്ട്രീയത്തിൽ കൂടെ മുതലെടുക്കാൻ വേണ്ടി നമ്മൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. കാര്യങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം ചെയ്തിട്ടുണ്ടെന്നുള്ള ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. വലിയ വെളിച്ചത്തിൽ ഈ കമ്പനിക്കാര് അവിടെ ജനകീയ സംരക്ഷണ സമിതി എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഒരുപാട് സമരം നടത്തിന്. അതിൽ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധികളായിട്ട് കുറേ സമരങ്ങൾ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ആ സമരങ്ങളൊക്കെ CPMന്റെ ഒരു സപ്പോർട്ട് ഇല്ലാതെ കൊണ്ട് അവരതിനെ അവര് ഇല്ലാതാക്കാനാണ്. ജനമനസ്സിലേക്ക് ഇറങ്ങി പോകാൻ പറ്റുന്നില്ല ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൽ നിന്നുള്ളൊരു ചിന്തയുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് നമ്മൾ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇനിയും അത് തുടർന്ന് നമ്മൾ പോകും. നമ്മളിപ്പോ ഇപ്പൊ ആത്മവിശ്വാസത്തിലാണ്, നല്ല ആത്മവിശ്വാസത്തിലാണ് നമ്മൾ. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നല്ല അടിവേരുള്ള നല്ല അടിത്തറയുള്ള ഒരു മണ്ഡലമാണ് ചിറ്റാരിപ്പറമ്പ് മണ്ഡലം. നമ്മളിപ്പോ അവതരിപ്പിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയാനുള്ളത്? നല്ല മികവുറ്റ സ്ഥാനാർത്ഥികളാണ് നമ്മളിപ്പോ. നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചാൽ അറിയാം. പിന്നെ യുവത്വത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മുടെ സ്ഥാനാർത്ഥി പട്ടികയിലാണ്. അത് നിങ്ങൾക്ക് പരിശോധിച്ചാലും മനസ്സിലാവും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അതുപോലെ തന്നെ പരിചയസമ്പന്നരായിട്ടുള്ള ആൾക്കാരുണ്ട്. പരിചയസമ്പന്നത നമുക്ക് ഇതിൽ മെമ്പർമാരൊന്നും ഇല്ലല്ലോ. രാഷ്ട്രീയത്തിൽ പരിചയമുള്ള ആൾക്കാരുണ്ട്. സർവീസ് നല്ല പരിചയമുള്ള. കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച നമ്മളെ കണ്ണാവ് വാർഡിൽ മത്സരിച്ച നമ്മളെ വനിതാ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് ഇപ്രാവശ്യം പൂഴിയോട് വാർഡിൽ മത്സരിക്കുന്നുണ്ട്. വനിതാ നമ്മളെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റാണ്. പരിചയസമ്പന്നത എന്ന് പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ നമുക്ക് എന്തായാലും അതിപ്പോ ആരെങ്കിലും ഒരാൾ ജയിക്കും. അതെ. ഇപ്പൊ ഇത് ഒരു നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു അപ്രമാദിത്വമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനൊരു തിരുത്തൽ ആണ് ഇപ്പൊ UDF ഉദ്ദേശിക്കുന്നത്. അപ്പം പരിചയസമ്പന്നർ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിൽ പരിചയമുള്ള ആൾക്കാർ, മത്സര രംഗത്ത് മുമ്പ് ഇറങ്ങിയ ആൾക്കാർ, അങ്ങനെ ഉള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടോന്നാ ചോദിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അധികം പുതുമുഖങ്ങളാണ് നമ്മളിപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ 1-ാം വാർഡിൽ സഹകരണ വകുപ്പിൽ നിന്ന് AR ആയിട്ട് റിട്ടയർഡ് ആയിട്ടുള്ള ഒരു CP രാഘവൻ SC വാർഡാണ്. അദ്ദേഹമാണ് നമ്മുടെ UDFന്റെ സ്ഥാനാർത്ഥി. 2-ാം വാർഡിൽ മത്സരിക്കുന്നത് ധനിഷ, നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ ചിറ്റായിപ്പുറം മണ്ഡലം പ്രസിഡന്റാണ്. നല്ല രാഷ്ട്രീയത്തിൽ നല്ല പരിചയമുള്ള ആൾക്കാരാണ്. ഈ പിന്നെ 1-ാം വാർഡിലെ സ്ഥാനാർത്ഥി AR അവർ ഈ സർവീസ് സംഘടനകളിലൊക്കെ ഒരുപാട് വർഷം പ്രവർത്തിച്ച് പരിചയമുള്ള ആൾക്കാരാണ്. അങ്ങനെ ഇപ്പൊ 3-ാം വാർഡിലായിക്കാലും എല്ലാം നല്ല ചെറുപ്പവും അതുപോലെ തന്നെ ജനങ്ങളിടയിൽ പ്രവർത്തിക്കാൻ മനസ്സുള്ള നല്ല ക്ലീൻ ഇമേജ് ഉള്ള ആൾക്കാരാണ് നമ്മൾ. ഈ പഞ്ചായത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോഴേ ഈ കോളിയാട് പഞ്ചായത്തിനൊക്കെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇപ്പം പിന്നെ ഈ മുഖമ്മിനിക്കൽ എന്ന് പറയും. നമ്മൾ ഈ ചിറ്റാരിപ്പറമ്പ് ടൗണ്, അതുപോലെ പൂവത്തൻകീഴ്, പിന്നെ കണ്ണവം, ഇതൊക്കെ ഒരു കുറച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ള രീതിയിൽ നമുക്ക് അംഗീകരിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, അത് പറഞ്ഞില്ലേ ഞാൻ, പല പദ്ധതികളും ഉദ്ഘാടനത്തിൽ ഒതുങ്ങുന്ന പദ്ധതികളാണ് ചിറ്റായിപ്പറമ്പിൽ നടത്തിയിട്ടുള്ളത്. ഈ ശ്മശാനത്തിന്റെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഉദ്ഘാടനത്തിന് പിറ്റേന്ന് പൂട്ടിയ അവസ്ഥയിലാണ് ശ്മശാനം. അതുപോലെ തന്നെ നമ്മളെ ടൗണുകളിൽ സൗന്ദര്യവൽക്കരണം എന്ന് പറഞ്ഞിട്ട് പരിപാടിയൊക്കെ നടത്തിന്. പക്ഷെങ്കിൽ പറയത്തക്ക സൗന്ദര്യ പ്രവർത്തനം ഒന്നും നടന്നിട്ടില്ല. അത് നിങ്ങൾക്ക് തന്നെ വണ്ടി പോകുമ്പോൾ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. പറയത്തക്ക പിന്നെ സൗന്ദര്യവൽക്കരണം കുറച്ച് ചെടിയും കാര്യങ്ങളും പിടിപ്പിച്ചെന്നല്ലാണ്ട് ടൗണിന്റെ മോച്ചായ മാറ്റുന്ന വിധത്തിലുള്ള ഒരു വികസന പ്രവർത്തനവും ഒരു ടൗണിൽ നടന്നിട്ടില്ല. ഇപ്പൊ കോളിയാട് പഞ്ചായത്തിലൊക്കെ പിന്നെ അവിടെ നല്ല നിലയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേ നിലയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന പഞ്ചായത്തായതുകൊണ്ട് അവിടെ നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നല്ല വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ വീക്കാവുന്ന സമയത്ത് ഒരു ഏകാധിപത്യ രീതിയിലുള്ള ആരും പേടിക്കാതെ വിധത്തിലുള്ള ആരും ചോദ്യം ചെയ്യാനുള്ള വിധത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ചിറ്റായിപ്പുറം പഞ്ചായത്തിൽ ഇതുവരെ നടന്നത്. അതിൻ്റെതായിട്ടുള്ള വികസന മുരടിപ്പ്
ഈ പഞ്ചായത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇത്തവണ UDF നേടുന്നാണ് പറയുന്നത്. ഇപ്രാവശ്യം നമ്മൾ നേടും, അതിൽ സംശയമൊന്നുമില്ല. നല്ല മുന്നേറ്റം ഉണ്ടാക്കും നമ്മൾ. അതിൽ കൂടുതൽ നിങ്ങളോട് ഇനിയിപ്പോൾ അടുത്ത മാസം 13-ാം തീയതി നമ്മൾ സംസാരിക്കും. റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ നല്ല പ്രതീക്ഷയിലാണ്. അപ്പൊ ജനങ്ങള് നല്ല സപ്പോർട്ട് ഉണ്ട്. ഇവിടെ ഏകാധിപത്യ ഭരണം സാധാരണ പിന്നെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞ അവസാനമാണ് നമ്മൾ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നത്. ഇത്തവണ UDF ആദ്യം തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തിലാണ്, നല്ല ആത്മവിശ്വാസത്തിലാണ്. സാധാരണ രീതിയിൽ നമ്മള് പാർട്ടിയിൽ ചെറിയ ഈ ഇലക്ഷൻ സമയത്ത് ചില പടലപ്പിണക്കങ്ങളൊക്കെ ഉണ്ടാവും, ഗ്രൂപ്പ് തർക്കങ്ങൾ. ഇപ്രാവശ്യം അതൊന്നുമില്ല. ആ ഒരു പടലപ്പിണക്കത്തിന്റെ പിന്തുണ കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ സ്ഥാനാർത്ഥികളുടെ പരാജയപ്പെട്ടിട്ട് LDFന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്നിട്ടുള്ളത്. ഒരു തിരിച്ചറിവ് നല്ലതാണ്. തിരിച്ചറിവ് നല്ല എല്ലാ നമ്മുടെ കോൺഗ്രസിന്റെ ലീഗിന്റെ നേതാക്കന്മാർക്ക് ഇവിടെ ചിറ്റായിപ്പറമ്പ് പഞ്ചായത്തിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഇത്തവണ UDFന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ ഇതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? എത്ര മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ, എത്ര UDFന്റെ? അതായത് നമ്മൾ മൊത്തം 17 വാർഡാണുള്ളത്. അതില് 3 വാർഡിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. ബാക്കി 14 വാർഡിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത്. 3 വാർഡിലാണ്. അതെ അതെ. അതൊക്കെ ഏതൊക്കെ വാർഡാണ്? അതായത് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് കണ്ണവം. വർഷങ്ങളായിട്ട് ഈ കോൺഗ്രസ് മുന്നേ ജയിച്ചുകൊണ്ടിരുന്നൊരു വാർഡായിരുന്നു. അതാണ് ഇപ്രാവശ്യം മുസ്ലിം ലീഗിന് മത്സരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ പുതുതായിട്ട് രൂപീകരിച്ചിട്ടുള്ള ചുണ്ട വാർഡ്, അതും മുസ്ലിം ലീഗിനാണ് മത്സരിക്കാൻ കൊടുത്തത്. അവർ പക്ഷേങ്കിൽ അവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഉള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് സ്വന്തം സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിപ്പിക്കുന്നത്. കണ്ണവത്ത് മുസ്ലിം ലീഗിന്റെ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കും. ഈ ചുണ്ടയിലും ചിറ്റായിപ്പറമ്പ്, ഒരു വാർഡ് ചിറ്റായിപ്പറമ്പ്, ഈ 2 വാർഡുകൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിനെയാണ് മുസ്ലിം ലീഗ് പരീക്ഷിക്കുന്നത്. ബാക്കി 14 വാർഡുകളിലും കോൺഗ്രസ് തന്നെയാണ് മത്സരിക്കുന്നത്. മുന്നോട്ട് വെക്കുന്നത് ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെയാണ്. ഏറ്റവും നല്ല സ്ഥാനാർത്ഥികൾ നമ്മൾ വിജയിപ്പിച്ചാൽ നല്ല വികസനം കൊണ്ടുവരും. ചിറ്റായിപ്പറമ്പ് മാറ്റിമറിക്കും. ഇതുവരെ ഇല്ലാത്ത വികസനം UDF കൊണ്ടുവരും. ഇതാണ് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം UDF മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങൾ. നമുക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? മറ്റ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ സമയം തികയോ എന്നുള്ളതാണ് പ്രശ്നം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ കാണിക്കും. അപ്പോൾ നമ്മളിപ്പോ പ്രധാനപ്പെട്ട ഒരു കാര്യം റോഡിന്റെ, ഈ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ചിറ്റായിപ്പറമ്പ് പഞ്ചായത്തിൽ നമ്മുടെ ഈ അടുത്ത പഞ്ചായത്താണ് പാട്യം പഞ്ചായത്ത്. ഒരുപാട് നല്ല വികസന പ്രവർത്തനം ചെറുവാഞ്ചേരിക്ക് ഒരു വലിയൊരു പ്രവർത്തനം നടക്കുന്ന ഒരു ടൗണാണ് ചെറുവാഞ്ചേരി. അവിടെയുള്ള ജനങ്ങൾ മുൻകാലങ്ങളൊക്കെ ഈ ചിറ്റായിപ്പറമ്പിനെ ആശ്രയിച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിന്റെ ഗുണം ചിറ്റായിപ്പറമ്പ് ടൗൺ ഉണ്ടായിരുന്നു. കച്ചവട കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടെയുള്ള ജനങ്ങൾക്ക് നേരെ കൂത്തുപറമ്പിലേക്ക്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ചെറുവാഞ്ചേരി ചിറ്റായിപ്പറമ്പ് ടൗണിനെ ബന്ധിപ്പിക്കുന്ന റോഡിന്റെ അവസ്ഥ വളരെ ദയനീയാവസ്ഥയാണ്. ഒന്ന് നേരെ സ്കൂളിന്റെ അടുത്ത് കൂടെ ചിറ്റായിപ്പറമ്പിലേക്ക് പോകുന്ന ടൗണ്, പിന്നെ പൂവത്തിന്റെ ഇടയിലേക്ക് വരുന്ന റോഡ് ചെറുവാഞ്ചേരി. ഈ 2 റോഡിന്റെ അവസ്ഥയും മോശമാണ്. ഈ വലിയ കയറ്റാണ്. ആ കയറ്റം കുറച്ചുകൊണ്ട് റോഡ് വീതി കൂട്ടി നല്ല മെക്കാഡർ ടാറിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിറ്റായിപ്പറമ്പ് പഞ്ചായത്ത് പാണ്ഡ്യം പഞ്ചായത്തുമായിട്ട് അടുത്ത ടൗൺ തമ്മിൽ, ചെറുവാഞ്ചേരി ടൗണുമായിട്ട് നല്ല അടുത്ത, പിന്നെ ഏറ്റവും അടുത്ത ചെറിയ ദൂരേ വേണ്ടിയുള്ളൂ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. വലിയ വികസനം ചിറ്റായിപ്പറമ്പിനും ടൗണിനും ഉണ്ടാവും. അത് ഇതുവരെ നമ്മളെ ചിറ്റായിപ്പറമ്പ് പഞ്ചായത്ത് അധികൃതരെ മുന്നിൽ പെട്ടിട്ടില്ല എന്നാണ് പറയാനുള്ളത്. ഭരണസമിതി ഈ പാട്യം പഞ്ചായത്ത് LDF ആണ് ഭരിക്കുന്നത്, ചിറ്റായിപ്പറമ്പ് പഞ്ചായത്ത് LDF കാലങ്ങളായിട്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനവും ഇതുവരെ ഈ 2 പഞ്ചായത്ത് നടത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും ഒരു ദുഃഖകരമായിട്ടുള്ള സംഗതി. വളരെ ദുഃഖകരം എന്ന് പറയാം. കാരണം വെച്ചാൽ ആ ഭാഗത്തൊക്കെ പഞ്ചായത്ത് മെമ്പറായിട്ടും വൈസ് പ്രസിഡന്റ് ആയിട്ടും ഒക്കെ LDFന്റെ ആൾക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ റോഡിന്റെ അവസ്ഥ തന്നെ കയറ്റം കുറച്ചിട്ടില്ലെങ്കിലും സാധാരണ ഉള്ള റോഡ് തന്നെ വളരെ മോശം അവസ്ഥയാണ്. കാൽനട യാത്ര പോലും പറ്റാത്ത അവസ്ഥയിലാണ് റോഡിന്റെ അവസ്ഥ. അതുപോലെ തന്നെ നമ്മളിപ്പോ കഴിഞ്ഞ മാസം പഞ്ചായത്തിലേക്ക് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ടൊരു ധർണയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഈ പാകിസ്ഥാൻ പടിയിൽ നിന്ന് വണ്ണാത്തിമല വലിയ വെളിച്ചത്തേക്ക് പോകുന്ന റോഡ് നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. അതുപോലെ തന്നെ വട്ടൂളി കൊന്നോറ വഴി പോകുന്ന റോഡ്, ഈ തൊടിക്കളം മൊടോളി റോഡ്, ഒരുപാട് റോഡുകൾ ഇതൊക്കെ ഇപ്പം നിലവിൽ തകർന്ന് തരിപ്പണായി കിടക്കുകയാണ്. തകർന്ന് അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് UDFനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷ. കാരണം കാലങ്ങളായിട്ട് ഇവരെ LDFനെ വിജയിപ്പിച്ചിട്ടു
വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ തന്നെ നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വോട്ടായി മാറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായി കഴിഞ്ഞാലും നമ്മൾ വലിയ നിങ്ങൾ അധികാരത്തിൽ വന്നാൽ എത്ര സീറ്റ് പ്രതീക്ഷിക്കുന്നു ഏകദേശം? സീറ്റുകള് ഒരു സീറ്റ് പോലും ഇല്ലാതെ നിങ്ങളിപ്പോ എന്നോട് ചോദിച്ചാൽ ഞാൻ ഈ മത്സരിക്കും 17 സീറ്റ് ഒന്നേ പറയും. നമ്മൾ അങ്ങനെ പറയുള്ളൂ. അതൊരു പ്രതീക്ഷയാണ്. നല്ല പ്രതീക്ഷയുണ്ട്. അതായത് ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ മത്സര രംഗത്ത് ഇറങ്ങുന്നുണ്ട്. ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ നല്ല സ്ഥാനാർത്ഥികളാണ്. ഏകപക്ഷീയമാണ് തീരുമാനങ്ങൾ. സ്വജനപക്ഷപാതം ആരോപിക്കുന്നത്. സ്വജനപക്ഷപാത മാത്രമേ ഉള്ളൂ ചിറ്റായിപ്പുറം പഞ്ചായത്തിൽ. അതായത് അവര് ഇടതുപക്ഷത്തിന്റെ ബന്ധുക്കൾക്ക്, അവരെ പാർട്ടിക്കാർക്ക്, അവര് അംഗൻവാടിയിലായാലും കൃഷിഭവനിലായി കഴിഞ്ഞാലും മൃഗാശുപത്രിയിലായി കഴിഞ്ഞാലും എല്ലാം അവരെ ആൾക്കാർക്ക് മാത്രമാണ് ജോലി. ഒരുപാട് ആൾക്കാർ ജോലിയില്ലാണ്ട് കഷ്ടപ്പെട്ട് നമ്മുടെ നാട് തന്നെ വിട്ടുപോകുന്ന അവസ്ഥയുണ്ടായിട്ടു, പഠിപ്പും നല്ല ഇതൊക്കെ ഉണ്ടായിട്ടു, പരിചയം ഉണ്ടായിട്ടു ഇവരെ സ്വജനപക്ഷപാതത്തിൽ കൂടിയാണ് ഇവർ ജോലികളെല്ലാം കൊടുക്കുന്നത്. എംപ്ലോയ്മെന്റിനെ പോലും അവർ ആശ്രയിക്കുന്നില്ല. എല്ലാം അവർ സ്വജനപക്ഷപാതമാണ്. എന്തായാലും ഇത്തവണ UDF നേടുമെന്ന് പറയുന്നത്. നേടിയിരിക്കും. നല്ല സുപ്രതീക്ഷയാണ്. കാരണം ജനങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. പഴയ പോലെ ഒന്നല്ല, ജനങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. അത് ജനങ്ങളിപ്പോ അവരെ വിഷമം കൊണ്ട് പല കാര്യങ്ങളും വിളിച്ചു പറയുന്നില്ല എന്നുള്ളൂ. അത് അവര് വോട്ടിൽ കൂടെ അത് പ്രതിഫലിക്കും. ഇപ്പൊ സോഷ്യൽ മീഡിയ ആണല്ലോ. സോഷ്യൽ മീഡിയയിലെ കൂടെയും പല ആൾക്കാര്, പ്രത്യേകിച്ച് വിങ് ഉണ്ടോ? നമുക്ക് യൂത്ത് കോൺഗ്രസിന്റെ വിങ് അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ കൂടെ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നല്ല രീതിയിൽ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു യുവതികളും ആണല്ലോ യുവാക്കൾ. നമ്മളെ സ്ഥാനാർത്ഥി പട്ടികത്തിന് കൂടുതൽ യുവാക്കന്മാരാണ് സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത്. അത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാം. പ്രത്യേകിച്ച് രാഷ്ട്രീയം ഇല്ലാത്ത ആളുകളാണ് പൊതുവെ പുതിയ തലമുറ. അതെ. ആ തലമുറകൾ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി തിരുത്താൻ വരുന്ന ഒരു വിഭാഗമാണെന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ സോഷ്യൽ മീഡിയ വിങ് എല്ലാം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും സജീവമായത്. ആ ചെറുപ്പക്കാര് UDF സജീവമാണ്. ചെറുപ്പക്കാര് നല്ല പിന്തുണ നമ്മൾ UDFന് ഇവിടെ ഉണ്ട്. ചിറ്റായിപ്പുറം പഞ്ചായത്തിലുണ്ട്. മുസ്ലിം ലീഗിന്റെ ആയാലും യൂത്ത് കോൺഗ്രസിന്റെ ആയാലും നല്ല ഒരു ടീം നമുക്കിവിടെ നിലവിൽ. ഒരു മണ്ഡലം പ്രസിഡന്റ് അല്ലെങ്കിൽ ചിറ്റായിപ്പുറം പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന് ചുക്കാൻ പിടിക്കുന്ന ആൾ എന്നുള്ള നിലക്ക് അവസാനമായിട്ട് പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണ്? ഇതുവരെയുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്രാവശ്യം വോട്ട് ചെയ്യുക. ചിറ്റായിപ്പുറം പഞ്ചായത്തിന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ പങ്കാളികളാകുക. ഒരു മാറ്റം കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാണ്. അതിനുള്ള സഹായ സഹകരണങ്ങൾ, അതായത് വോട്ടിങ്ങിൽ കൂടെ നമ്മൾ റെഡിയാണ്, നിങ്ങൾ ഒപ്പം നിന്നാൽ മതി. അതെ അതന്നെ, നമ്മൾ റെഡിയാണ്, നിങ്ങൾ ഒന്നിച്ച് നിന്നാൽ മതി. അതാണ് ഒരു വോട്ട് ഒരു മാറ്റം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്തവണ ഉന്നയിക്കുന്ന ഒരു ക്യാപ്ഷൻ അതാണ്, ഒരു വോട്ട് ഒരു മാറ്റം. അതാണ് നമ്മളെ ക്യാപ്ഷൻ. ചിറ്റായിപ്പുറം പഞ്ചായത്തിൽ എന്തായാലും മാറ്റം കൊണ്ടുവന്നിരിക്കണോ? എന്നാലല്ലേ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഈ പ്രവർത്തനം നടത്തിയുള്ള കാര്യമുള്ളൂ. അല്ലാണ്ട് എപ്പോഴും ഒരു പാർട്ടിയെ തന്നെ ഭരിക്കുക, അവർക്ക് അതിനുള്ള എന്താ പറയുക സൗകര്യം ഒരുക്കി കൊടുക്കുന്ന പോലെയല്ലേ നമ്മൾ ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, UDFൽ കഴിഞ്ഞ പ്രാവശ്യം പോലും നമ്മൾ 2-3 വാർഡിൽ ജയിക്കേണ്ട സാധ്യത ഇല്ലാണ്ടാക്കിയത് നമ്മുടെ പാർട്ടിയിലെ ഏറ്റവും കുറഞ്ഞ വോട്ടിന്റെ നില എത്രയായിരുന്നു കഴിഞ്ഞ തവണത്തെ? ഏറ്റവും കുറഞ്ഞ വോട്ടിന്റെ നില ഡിഫറൻസ് 42 വോട്ട്. 42 വോട്ടിന് തോറ്റ വാർഡുകളുണ്ട്. ആ വാർഡുകളൊക്കെ ഇപ്പൊ തിരിച്ചുപിടിക്കും. ആ വാർഡുകളൊക്കെ തിരിച്ചുപിടിക്കാൻ 2 വാർഡ് കൂടി. ഇതൊക്കെ നമുക്ക് ഗുണം ചെയ്യും. അപ്പം ഈ വാർഡ് വിഭജനം UDFനെതിരായി ആണ് അഭിപ്രായം. വാർഡ് വിഭജനം ഏറ്റവും അശാസ്ത്രീയമായിട്ടാണ് ഇവിടെ വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത്. അതായത് കിലോമീറ്ററുകളോളം മെയിൻ റോഡിൽ നിന്ന് ഈ ചുണ്ട വളവിൽ നിന്നും തുടങ്ങുന്ന പോത്തിങ്കൽ വാർഡ് 14-ാം മൈല് ചിറ്റായിപ്പുറം ഏറ്റവും അടുത്തുള്ള ഇരട്ടക്കുളങ്ങരന്റെ 75% പ്രദേശവും ഈ പൂവത്തിൻകീഴ് വാർഡിൽ. 1 കിലോമീറ്ററിലധികം 1.5 കിലോമീറ്ററോളം ദൂരമാണ് ഒരു പൂവത്തിൻകീഴ് വാർഡ് വ്യാപിച്ചു കിടക്കുന്നത്. അത് അശാസ്ത്രീയമാണ്. വളരെ ഏറ്റവും ഞാനൊരു സൂചന, എല്ലാ വാർഡ് വിഭജനവും ഇതേപോലെ അശാസ്ത്രീയമാണ്. അവരെ രാഷ്ട്രീയ താല്പര്യം മാത്രം മുന്നിൽ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വാർഡ് വിഭജനം നടത്തിയത്. പക്ഷെ അതിൽ കൊണ്ടൊന്നും LDF പ്രതിബന്ധങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. അതൊക്കെ LDFന് പ്രതികൂലമായിട്ട് ബാധിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. UDFന് ജനങ്ങളെ ഏത് പഞ്ചായത്തിലായി കഴിഞ്ഞാൽ, ഏത് വാർഡിലായി കഴിഞ്ഞാൽ ജനങ്ങൾ UDFന് വോട്ട് ചെയ്യാൻ തയ്യാറാണ്. അത് പ്രകാരം നമ്മളെ വോട്ട് ചെയ്യിക്കും.
നമ്മൾ ജയിക്കും, അതിൽ തർക്കമില്ല. എന്തായാലും പ്രേക്ഷകരോട് പറയാനുള്ളത്, ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലെ UDFന്റെ പ്രതിനിധിയാണ് നമ്മൾ ഇത്രയും സംസാരിച്ചത്. വലിയ വിജയപ്രതീക്ഷയിലാണ്. ഏതായാലും ജനസംരക്ഷണ പരിപാടിയിൽ ഇത്രയും നേരം ഈ തിരക്ക് പിടിച്ച സമയത്തും നമുക്ക് വേണ്ടി ചിലവഴിച്ചതിന് നന്ദിയുണ്ട്. ഓക്കെ. ജനസംരക്ഷണ പരിപാടി തുടരും. അടുത്ത അതിഥിയുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. നമസ്കാരം.